വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. EP ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് കരാറില്ലെന്ന വാർത്തകൾ തള്ളുകയാണ് DC ബുക്സ്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് DC ബുക്സ് വ്യക്തമാക്കി. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അഭിപ്രായ പ്രകടനം അനുചിതമാണെന്നും DC ബുക്സ് അറിയിക്കുന്നു. EP ജയരാജന്റെ പരാതിയിൽ DC ബുക്സ് ഉടമ രവി DCയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കരാറില്ല എന്ന് രവി DC മൊഴി നൽകിയതായി പുറത്തു വന്ന റിപ്പോർട്ടുകളോടാണ് DC ബുക്സിന്റെ ഈ പ്രതികരണം. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. നിതിൻ, ഇപ്പോൾ DC ബുക്സിന്റെ ഈ വിശദീകരണം EP ജയരാജൻ നേരത്തെയും പിന്നീട് പല ഘട്ടങ്ങളിലും പറഞ്ഞ വാദങ്ങൾ അപ്പാടെ തള്ളുന്നതല്ലേ? വിജുമാർ, തീർച്ചയായും. കാരണം ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച ആത്മകഥാ വിവാദം. അത് ആത്മകഥയിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടത്. അതിനുശേഷം EP ജയരാജൻ അത് പൂർണ്ണമായും നിഷേധിച്ചിരുന്നു. DC ബുക്സുമായി അത്തരം ചില കരാറുകൾ ഉണ്ടായിരുന്നില്ല എന്ന വിശദീകരണമാണ് EP ജയരാജൻ നൽകിയത്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ DC ബുക്സ് നൽകിയ വിശദീകരണക്കുറിപ്പിൽ അത്തരമൊരു 24 പുറത്തുവിട്ട വാർത്ത അത് നിഷേധിക്കുന്ന നിലയിലൊന്നും DC ബുക്സ് വിശദീകരണം നൽകിയിരുന്നില്ല. പക്ഷേ അതിനുശേഷം EP ജയരാജൻ ആവർത്തിച്ചത് അത്തരം കരാറുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ്. പിന്നീട് EP ജയരാജന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് രവി DCയുടെ മൊഴി രേഖപ്പെടുത്തി. രവി DCയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് പിന്നാലെ ഈ കരാർ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി നിഷേധിക്കുന്നതാണ് ഇപ്പോൾ DC ബുക്സ് ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ ഈ വിശദീകരണം. ഇന്നിപ്പോൾ അല്പസം മുമ്പ് ഫേസ്ബുക്കിലാണ് ഇപ്പോൾ ഈ DC ബുക്സ് വിശദീകരണക്കുറിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അവ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ DC ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിക്കൂ. അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ മറ്റ് അഭിപ്രായ പ്രകടനം അനുചിതമെന്നും ഇപ്പോൾ DC ബുക്സ് വിശദീകരിക്കുകയാണ്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, EP ജയരാജനും DC ബുക്സുമായി ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലത്തെ ഈ വിശദീകരണക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. വിജയകുമാർ. യെസ്, നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമാണ് പുസ്തക പ്രസാധനം അതിൽ ഏർപ്പെടുന്നത് എന്നിപ്പോൾ DC ബുക്സ് തന്നെ വിശദീകരിക്കുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ EP ജയരാജൻ ഇക്കാര്യത്തിൽ പറഞ്ഞ വാദങ്ങൾ അത് DC ബുക്സ് ഫലത്തിൽ തള്ളുന്നുണ്ട്. അന്വേഷണം നടക്കുന്ന വിഷയമായതിനാൽ അതിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല എന്ന് മാത്രമാണ് DC ബുക്സ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നത്. കരാറില്ല എന്ന് രവി DC മൊഴി നൽകിയെന്നായിരുന്നു ചില വാർത്തകൾ വന്നത്. അത് തള്ളുകയാണ് ഈ വാർത്താക്കുറിപ്പിൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ DC ബുക്സ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. വയനാട് തോൽപ്പട്ടിയിൽ കുടിലുകൾ പൊളിച്ച് ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിച്ച സംഭവത്തിൽ T സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിനുള്ളിൽ കയറിയാണ് പ്രതിഷേധിച്ചത്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് കുടിലുകൾ പൊളിച്ചു മാറ്റിയതെന്ന് ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ പ്രതികരിച്ചു. ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ കുടിൽ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ വനം വകുപ്പിന്റെ ഡോർമെറ്ററിയിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു. ആ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും. DFOയുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടി. 2, തുടർന്നുള്ളതായ കാര്യങ്ങളിൽ ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. 3-ാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ പോയി നോക്കിയ ഒരു ഡോർമെട്രി ഉണ്ട്. ആ ഡോർമെട്രി ക്ലീൻഡാണ്, നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ട്. അവിടേക്ക് ഇപ്പോൾ ഇവരെ താമസം മാറും. അതിനുശേഷം ഇവർക്ക് ഉള്ളതായ സ്ഥലത്ത് അത് വീട് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ആ വീട് നിർമ്മാണത്തിന് ശേഷം അവരിങ്ങോട്ട് താമസം മാറും. അതുവരെ അവരുടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ടുണ്ടോ എന്ന് ഉത്തരവാദിത്തം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഏൽക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് വലിച്ചു വരെ പറിച്ചിട്ടില്ല. കത്തി കൊണ്ട് കൊത്തി മുറിച്ച്, തൂണൊക്കെ കൊത്തി മുറിച്ചിട്ട് എൻ്റെ തല കൂടി അവരിട്ടത്. വീടിൻ്റെ പട്ടികയെല്ലാം വെട്ടിമുറിച്ച്. ഇന്നലെ എൻ്റെ മോനെ പുറത്തെടുത്ത് നിൽക്കുന്നതാണ്. അതിന് കുളിച്ചിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. ആ വെള്ളമൊക്കെ എടുത്ത് മറിച്ച്, രാത്രിത്തെ ചോറുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മറിച്ച് കളഞ്ഞിട്ട് പാത്രമൊക്കെ വാരി വലിച്ചെറിഞ്ഞ് എൻ്റെ പിള്ളേരെ ബുക്കൊക്കെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ആ ഷെഡിൻ്റെ ചുറ്റും വാരി എറിഞ്ഞിട്ടുണ്ട്. കുടിലുകൾ പൊളിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. തോൽപ്പട്ടിയിൽ നിന്ന് മിഥില ബാലൻ വിവരങ്ങൾ നൽകും. മിഥില, അവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഇപ്പോൾ താൽക്കാലികമായി അവരെ ഡോർമെട്രിയിലേക്കൊക്കെ മാറ്റുമെങ്കിലും ഇവരോട് ഈ ക്രൂരത കാട്ടിയത് ആര്, എന്തിന് എന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മറുപടി വനം വകുപ്പിന് നൽകാനുണ്ടോ?
വിജയകുമാർ, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഈ കുടുംബങ്ങളെ ഇപ്പോൾ വനംവകുപ്പിന്റെ ഡോർമെട്രിയിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ എന്തിന് ഈ കുടുംബങ്ങളെ അവരുടെ കുടിൽ പൊളിച്ചു മാറ്റി? ഇന്നലെ രാത്രി ഈ ഒരു തോൽപ്പെട്ടി എന്ന് പറയുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ, പ്രത്യേകിച്ച് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ഒരു സ്ഥലമാണ്. അവരുടെ വാക്കുകളിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവർ ആ കുടിൽ പൊളിച്ച സ്ഥലത്താണ് ഇരുന്നത്, അവർ ഉറങ്ങിയിട്ടില്ല. അവരവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കാട്ടാനകൾ അവരുടെ അടുത്തുകൂടി കടന്നു പോയിട്ടുണ്ട്. അത്രയും പേടിച്ചുകൊണ്ടാണ് അവർ ഇന്നലെ രാത്രി അവിടെ കഴിഞ്ഞു കൂടിയത് എന്ന്. ഇന്നലെ രാവിലെ 7:45 ഈ ഒരു സംഭവം ഉണ്ടായത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബദൽ സംവിധാനം ഒരുക്കാതെ ഇവരുടെ കുടിൽ പൊളിച്ചു മാറ്റുന്നു. അവർ പറയുന്ന, സ്ത്രീ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, അവർ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കലം ഉൾപ്പെടെ തട്ടി മാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷമാണ് അവിടെ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ ഈ കുടുംബങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. തൊട്ടു പിന്നാലെ ടി സിദ്ദിഖ് MLA എത്തി. അദ്ദേഹവും അവിടെ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പിന്നീടാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വൈകുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു പ്രതിഷേധം. ഈ വനംവകുപ്പ് ഓഫീസിന്റെ ഉള്ളിൽ കയറി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഈ കുടുംബങ്ങളും അവിടെ തടിച്ചുകൂടിയ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെല്ലാം ചേർന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് DFO എത്തുന്നു. DFO എത്തി ഈ തീരുമാനം പറയുന്നു. അതായത് ഈ കുടുംബങ്ങളെ, 3 കുടുംബങ്ങളാണ്, ഈ കുടുംബങ്ങളെ താൽക്കാലികമായി ഇപ്പോൾ വനംവകുപ്പിന്റെ ഡോർമെട്രിയിലേക്ക് മാറ്റുമെന്ന്. പക്ഷേ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയൊരു ക്രൂരത എന്ന് തന്നെ നമുക്കിതിനെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ് തോൽപ്പെട്ടി. അവിടെയാണ് ആ കുടുംബങ്ങൾ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ ഇന്നലെ രാത്രി കഴിയേണ്ടി വന്നത്. അതിന് ആരാണ് ഉത്തരവാദി? ആ കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് വനംവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അന്വേഷണത്തിന് ശേഷം ഇവരെ അവിടെ നിന്നും കുടിയിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ ഒരു ക്രൂരതയ്ക്കെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ തോൽപ്പെട്ടി മേഖലയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മൾ കണ്ടത്. വിജയകുമാർ. യെസ്, സംഭവത്തിൽ വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദികളെ സസ്പെൻഡ് ചെയ്യും എന്നാണ് മന്ത്രി അറിയിച്ചത്. അപ്പോഴും എന്തിനാണ് അവരുടെ ഭക്ഷണം എടുത്തെറിഞ്ഞ് അവരുടെ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വാരി വലിച്ചെറിഞ്ഞ് ആ കുടിലുകൾ പൊളിച്ചു നീക്കിയത്? അതിനെന്ത് ന്യായീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് എന്ന ഒരു വിശദീകരണവും വന്നിട്ടില്ല. നടപടിയിലേക്ക് പോകുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം പ്രതിഷേധം അവസാനിച്ചു. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉടൻ സഹായം നൽകുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രതിനിധി പ്രൊഫസർ KV തോമസിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയത്. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന് KV തോമസ് 24നോട് പറഞ്ഞു. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിന് സഹായം നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയെന്ന് KV തോമസ്. ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, അതിന് വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാമോ സമയം പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ദുരിതമനുഭവിക്കുന്ന കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും വായ്പ എഴുതിത്തള്ളണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചു. ഇക്കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും KV തോമസ് വ്യക്തമാക്കി. 24 ഡൽഹി. മുനമ്പം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഭൂമി പ്രശ്നത്തിൽ നിയമപരമായി നിലപാടെടുക്കാനേ സർക്കാരിന് കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. നികുതി അടയ്ക്കുന്നതിലെ സ്റ്റേ നീക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. കാലങ്ങളായി മുനമ്പത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. 3 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേയിൽ നികുതി അടക്കാൻ പാടില്ല, അല്ലെ നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേ നീക്കി കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും. ഹൈക്കോടതിയിൽ വിവിധ കേസുകളിൽ ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ്
സർക്കാർ സ്വീകരിക്കുകയും. പാലക്കാട്ടെ തോൽവിക്കു പിന്നാലെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചുവെന്ന 24 വാർത്തയിൽ തുടർ ചലനങ്ങൾ. താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വാർത്ത തള്ളിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ BJP ദേശീയ നേതൃത്വവും പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് BJP ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി P രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളം ഈ BJP വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24ന്റെ വാർത്ത ശരിവെച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. രാജ്യസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. പാലക്കാട് തോൽവിക്ക് ശേഷം BJPക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ BJPയിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്ക് നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJPയിൽ നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകുന്നു. BJP നേതൃത്വത്തിനെതിരെയും C കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ ഇന്ന് രംഗത്തെത്തി. തോൽവിയിൽ നഗരസഭാ കൗൺസിലർമാരെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് C കൃഷ്ണകുമാർ വിശദീകരിച്ചു. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJP ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയാണ് പൊട്ടിത്തെറികളുടെ തുടക്കം. കൗൺസിലർമാർക്കെതിരായ വിമർശനത്തിൽ പാലക്കാട്ടെ പ്രഭാരി P രഘുനാഥിന് മറുപടിയുമായി ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ രംഗത്തെത്തി. C കൃഷ്ണകുമാറിനും വിമർശനം. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കേണ്ടതല്ല ഉത്തരവാദിത്വം, വീടുകളിൽ പോകേണ്ടത് ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോട് 4 അതിർത്തികൾ അറിയൂ. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞു എനിക്കറിയാം. നഗരസഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ നേതൃത്വത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുറന്നടിച്ചു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും പ്രമീള ശശിധരൻ. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ BJPയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. തോൽവിക്ക് കാരണം കൗൺസിലർമാർ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് C കൃഷ്ണകുമാർ. നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് 100%, 110% നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആള്. ഇതിനിടെ UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡു വിതരണത്തിൽ നഗരസഭാ അധ്യക്ഷ പങ്കാളിയായതിനെതിരെ C കൃഷ്ണകുമാർ വിഭാഗം രംഗത്തെത്തി. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡു സ്വീകരിച്ചതാണ് വിവാദമായത്. N ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ചെങ്കിലും BJP പ്രവർത്തകർ തടയുകയായിരുന്നു. പാലക്കാട്. അതിനിടെ BJP സംസ്ഥാന അധ്യക്ഷനാകാൻ ഇനിയില്ല എന്ന് V മുരളീധരൻ ഇന്ന് വിശദീകരിച്ചു. 15 വർഷം മുൻപ് താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതാണെന്നും V മുരളീധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് V മുരളീധരൻ കൃത്യമായ മറുപടി പറഞ്ഞില്ല. മറുപടി പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ ആണ് എന്നായിരുന്നു V മുരളീധരന്റെ പ്രതികരണം. BJPയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും
40-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. വീണ്ടും ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടർ പ്രൈമിൽ ഹാഷ്മി ചേരും. നമസ്കാരം.